നമസ്തേ. അധികാലത്ത് എണീക്കുന്ന അമ്മമാരിലെ ചൈതന്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈകി എണീക്കുന്നവരെക്കാൾ അതേറെയാണ്. വെളുപ്പിനെണീറ്റ് കൈകൂട്ടി തിരുമ്മി മുഖത്ത് വെച്ച് മുറ്റമടിച്ച് അടുപ്പ് കത്തിച്ച് ആരംഭിക്കുന്നു. ഒരു ഹോമത്തിന് തുല്യമായതെല്ലാം നടക്കുന്നുണ്ട്. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വലിയ യത്നം തുടങ്ങുകയാണ്. അതിനെയാണല്ലോ ബലിയായിത്തീരൽ എന്നൊക്കെ വിളിക്കേണ്ടത്. നിസ്വാർത്ഥമായ ഇടപെടലുകൾ എത്രമേൽ ലാവണ്യമുള്ളവയാണ്. ഒരു ഭാരത വിചാരം കൗതുകകരമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കിടക്കയുടെ വലതുവശത്തുകൂടി എണീറ്റിരുന്ന് കൈവെള്ള മലർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു ശ്ലോകം ചൊല്ലുമത്രേ: കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ ഗൗരി, പ്രഭാതേ കരദർശനം. ഐശ്വര്യത്തെയും വിദ്യയെയും വിശ്വാസത്തെയും ധ്യാനിച്ച ശേഷം എണീക്കുന്നു. സയൻസ് പറയുന്നതും തിടുക്കപ്പെട്ടാൽ ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ പാടുപെടും എന്നല്ലേ. അതിനാൽ ഒന്നിരുന്ന് എണീൽക്കുക എന്നത്രേ. നോമ്പിലെ പ്രഭാതങ്ങളിലും അധികാലത്ത് ഉണരുന്നതിനും ഒന്നിരുന്ന് ധ്യാനിച്ച ശേഷം എണീൽക്കുന്നതിനും ആവശ്യമായ വിഷയങ്ങളുണ്ട്. നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ അതടുക്കി വെച്ചിട്ടുമുണ്ട്. അധികാലത്ത് ഉണർന്ന് പ്രവർത്തിച്ചവരെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളാണ് അവയെല്ലാം. നമ്മുടെ പതിവ് ശീലങ്ങൾ തെറ്റിച്ച് വേറിട്ട ചില ക്രമീകരണങ്ങൾ വരുത്തുന്നത് എന്തിന് എന്നുകൂടെ നോക്കിയ ശേഷം ഈ ധ്യാന വിഷയങ്ങളിലേക്ക് കടക്കാം. മരം കയറാൻ അറിയാമോ? നോമ്പ് ഒരു മരം കയറലാണ്, സക്കായിയുടേതുപോലെ. സക്കായി എന്തിനാണ് കയറിയത്? യേശുവിനെ കാണാൻ. എന്ത് ഫലമുണ്ടായി? യേശു അവനെ നോക്കി. ചുരുക്കത്തിൽ ദൈവത്തെ കാണാൻ കയറി, ദൈവം കണ്ടു. പ്രിയ സുഹൃത്തെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിനെ കാണാൻ പാകത്തിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കലാണ് നോമ്പ്. പുരുഷാര നിമിത്തമാണ് അവൻ യേശുവിനെ കാണാനാവാതെ പോയത്. ലോകം എങ്ങനെയാണ് ദൈവത്തെ കാട്ടിത്തരിക? യാക്കോബിന്റെ ശകാരം മറക്കരുത്: വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ജനക്കൂട്ടം എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ ഞാനിപ്പോൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അധികാലത്തുണരുക. ദൈവത്തിന് കാണാവുന്ന തരത്തിൽ ജീവിതം മാറ്റിപ്പിടിച്ചവരെക്കുറിച്ച് ധ്യാനിക്കുക. ബാക്കിയുള്ളവർ എന്തു ചെയ്യുന്നു എന്നതല്ലടോ പ്രധാനം. എന്റെയും നിന്റെയും ഈ ദിവസത്തെ ഇടപെടലുകളാണ് നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്നത് അത്രയും. പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രസന്നമായ ഈ പ്രഭാതത്തിൽ മീവൽ പക്ഷികൾ നിനക്ക് സ്തോത്രം പാടുന്നു. മാൻകൂട്ടം ശബ്ദമുയർത്തി പ്രഭാതശോഭയിൽ സന്തോഷിച്ചുല്ലസിക്കുന്നു. മരുഭൂമിയിൽ കഴുതകൾ പ്രഭാത വെളിച്ചത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. മൺമേരായ മനുഷ്യരും ഇമ്പകരമായ രാഗങ്ങളാൽ നിന്നെ സ്തുതിച്ചു പുകഴ്ത്തുന്നു. ആമേൻ. ആദരവോടെ സഖേർ.